നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ തന്നെ ആക്രമിച്ച പോലീസുകാരെ പറ്റി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ ഷാഫി പറമ്പിൽ MP നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ വെച്ച് പോലീസ് സംഘർഷത്തിൽ മുറിവേൽക്കുന്നു, രക്തമൊലിച്ച് അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ അടക്കം പുറത്തു വന്നപ്പോൾ അത് മഷിയാണ്, അത് യഥാർത്ഥ ചോരയല്ല എന്നതടക്കമുള്ള ഒരു വിമർശനം ഇടത് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, പിന്നാലെ ഓപ്പറേഷൻ നടന്നപ്പോൾ ഈ താടി വടിക്കാതെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഇടതുപക്ഷത്തു നിന്നും ഉണ്ടായി. ഈ ഒരു ചോദ്യത്തിനൊക്കെ ഷാഫി പറമ്പിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് താടി മീശയും വടിക്കണമെന്ന് AKG സെന്ററിൽ നിന്നാണോ തീരുമാനിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. EP ജയരാജന്റെ വാദങ്ങളോടും അവർ ഇങ്ങനെ തന്നെയാകുമോ പ്രതികരിക്കുക? എന്തായാലും നിർണായകമായ ചോദ്യമാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് ആക്ഷേപങ്ങൾ ഇപ്രകാരമായിരുന്നു, അതായത് മൂക്കിൽ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ താടി വലിക്കില്ലേ, താടി വലിക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ഇടതുപക്ഷത്ത് നിന്നും ഉയർന്നത്. അതിന് വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നൽകിയിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് താടി മീശയും വടിക്കണോ എന്ന് AKG സെന്ററിൽ നിന്നാണോ തീരുമാനിക്കുന്നത് എന്ന നിർണായകമായ ഒരു ചോദ്യമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, കാലം മാറി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, ഓപ്പറേഷൻ രീതികളൊക്കെ മാറി എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി. ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ ഷാഫി പറമ്പിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കൂടി. മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരികെ എത്തിയത് എങ്ങനെയെന്ന ചോദ്യം ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളും സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ്? പോലീസിലെ ചിലർ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് റൂറൽ SP വെളിപ്പെടുത്തിയിട്ട് പോലും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയില്ല. AI ടൂൾ ഉപയോഗിച്ചുള്ള പോലീസിന്റെ അന്വേഷണം നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ്? തനിക്കും സഹപ്രവർത്തകർക്കും മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കലാപാന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചിരുന്നില്ല. എന്നിട്ട് ഗ്രനേഡ് എറിഞ്ഞത് എന്തിനാണ്? ഗ്രനേഡ് പാർട്ടി പ്രത്യേകമുണ്ടായിട്ടും DYSP ഹരിപ്രസാദ് ഗ്രനേഡ് കയ്യിൽ പിടിച്ച് നടന്നത് എന്തിന്? 16-ാം തീയതി രാവിലെ 7 മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസിനായി DHQവിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ജില്ലാ പോലീസ് മേധാവി സർക്കുലർ ഇറക്കിയിരുന്നു. ഗ്രനേഡ് മര്യാദയ്ക്കറിയാൻ ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ ഈ പരിശീലനം? ഞങ്ങൾ ബോംബ് എറിഞ്ഞിട്ടാണ് ആർക്കെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരള പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പോലീസും ഞങ്ങളും തമ്മിലുള്ള സമരത്തിന്റെ സംഘർഷത്തിൽ CPM എന്തിനാണ് റാലി നടത്തുന്നത്? പേരാമ്പ്രയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലീസിന്റെ വീഴ്ചകളെ പറ്റിയാണ് പ്രസംഗിച്ചത്. എന്നാൽ EP ജയരാജനെ പോലുള്ളവർ ഇപ്പോൾ മൂക്കിന്റെ പാലമേ പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഭീഷണി എന്തിനായിരുന്നു? പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ ഉടൻ DYSP MP അഡ്മിറ്റ് ആയില്ലേ എന്ന് ചോദിക്കുന്നത് വീഡിയോയിലുണ്ട്. മുൻകൂട്ടിയുള്ള പദ്ധതി ആയിരുന്നില്ല ഈ ആക്രമണം എന്നാണ് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. മൂക്കുപൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് സൈബർ സഖാക്കളും LDF നേതാക്കളും ചോദിക്കുന്നത്. EP ജയരാജൻ ഇക്കാര്യം പറയുമ്പോൾ ഇതേ മനോഭാവമായിരിക്കുമോ ഇവർക്ക്? കഴുത്തിൽ വെടിയുണ്ടയുമായാണ് താൻ ജീവിക്കുന്നതെന്ന് ജയരാജൻ പറയുന്നതിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. 10-ാം തീയതി നടന്ന സംഭവത്തിൽ അന്നൊന്നും ബോംബിന്റെ കാര്യം അറിയാതെ 13-ാം തീയതി എടുക്കുന്ന FIRൽ പെട്ടെന്ന് എങ്ങനെയാണ് ബോംബ് കഥ കടന്നു വന്നത്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം വടകരയിൽ UDF RMP പ്രവർത്തകരുടെ വീട് ബോംബ് എറിഞ്ഞ് തകർത്തിരുന്നു. 1 വർഷമായിട്ട് ഈ കേസിൽ ഒരു അറസ്റ്റ് പോലും നടത്താത്തത് എന്തുകൊണ്ടാണ് എന്നും ഷാഫി പറമ്പിൽ ചോദിക്കേണ്ടായി. നിർണായകമായ ചോദ്യങ്ങളാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തി തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമാക്കുകയും ചെയ്തു. എന്തായാലും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ്. പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിസിനെതിരെ DGPക്ക് പരാതി നൽകി കോൺഗ്രസ്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറാണ് പരാതി നൽകിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള അഭിലാഷിനെ സേനയിൽ നിന്ന് നീക്കണമെന്നും DYSP P ഹരിപ്രസാദിനെ സസ്പെൻഡ് ചെയ്യണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം CA അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് നൽകി നോട്ടീസ് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഗുണ്ടാബന്ധം ആരോപിച്ചാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നത്. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ കണക്കിലെടുത്ത് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഷാഫി പറമ്പിൽ MP വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ഷാഫി ആരോപിക്കുന്നത്. ക്രിമിനൽ ബന്ധങ്ങളും ലൈംഗിക അതിക്രമ കേസ് അന്വേഷണത്തിലെ വീഴ്ചയും കണക്കിലെടുത്ത് 2023 ജനുവരി സർവീസിൽ നിന്ന് പുറത്താക്കിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ച
ആരോപിച്ച അഭിലാഷ് സേനയിൽ തിരിച്ചെത്തിയത് രാഷ്ട്രീയ സംരക്ഷണത്തിലാണെന്നും തിരുവനന്തപുരത്തെ CPM ഓഫീസുകളെ നിത്യസന്ദർശകനാണ് ഇയാളെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. എന്നാൽ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്ന് വിശദീകരിച്ച അഭിലാഷ് ഡേവിഡ് താൻ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ലെന്നും പ്രതികരിച്ചിരുന്നു. അതേസമയം ഡേവിഡിനെതിരെയുള്ള CPM പശ്ചാത്തലം നിഷേധിക്കുകയും ചെയ്തില്ല. 2022 പേട്ടയിലുണ്ടായ ഗുണ്ട ആക്രമണത്തിൽ പിന്നാലെ അഭിലാഷിനും 3 DYSPമാർക്കുമെതിരെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ടു. റെയിൽവേ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴായിരുന്നു ഇത്. അഭിലാഷ് മുൻപ് ശ്രീകാര്യം SHO ആയിരിക്കെ ലൈംഗിക പീഡനം സംബന്ധിച്ച ഇരയുടെ പരാതിയിൽ കേസെടുക്കാൻ വീഴ്ച വരുത്തിയെന്ന ആരോപണവും പിന്നാലെ ഉയർന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നോട്ടീസ് നൽകിയത്. 2 പരാതികളുമായി ബന്ധപ്പെട്ട് 22 മാസത്തെ സസ്പെൻഷൻ നേരിട്ട അഭിലാഷ് പിരിച്ചുവിടൽ നോട്ടീസിനെതിരെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹിയറിംഗ് നടത്തിയ ആഭ്യന്തര വകുപ്പ് അഭിലാഷിനെതിരായ നടപടിയിൽ ഇളവ് വരുത്തി. 2 ഇൻക്രിമെന്റ് റദ്ദാക്കിയത് 1 ആയി കുറച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് നിയമിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് പിരിച്ചുവിടൽ നോട്ടീസ് ഒഴിവായി പോയത്. എന്തായാലും ഷാഫി പറമ്പിൽ MPയുടെ ആരോപണമൊക്കെ അഭിലാഷ് ഡേവിഡ് തള്ളിയിരുന്നു. തനിക്ക് അവിടെയായിരുന്നില്ല ഡ്യൂട്ടി. കറുത്ത ഹെൽമറ്റ് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിയെ മർദ്ദിച്ചത്. താൻ ധരിച്ചത് കാക്കി ഹെൽമറ്റാണ്. തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, സസ്പെൻഷനിലായിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ് പ്രതികരിച്ചിരുന്നു. അതേസമയം അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായും രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. അഭിലാഷ് വിശദീകരണം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തതെന്നാണ് വിശദീകരണം. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചത്. അക്രമത്തിന് നേതൃത്വം നൽകിയത് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഗുണ്ടയാണ് എന്നായിരുന്നു ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. മാത്രമല്ല, പേരാമ്പ്രയിൽ കുഴപ്പമുണ്ടാക്കിയ പോലീസുകാരെ AI ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് CPMന്റെ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞിരുന്നു. കുഴപ്പക്കാരെ കണ്ടെത്തുമെന്ന് SP പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ അത് വേണ്ടെന്ന രാഷ്ട്രീയ നിർദ്ദേശം സർക്കാരിൽ നിന്ന് വന്നു. ഇതുവരെ തന്നെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തതായിട്ട് പോലും അറിവില്ല. സംഘർഷം പോലീസ് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ്. DYSP ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് വെച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കേറ്റത്. ഹരിപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ എന്തായി, MP അഡ്മിറ്റായോ എന്നാണ് ചോദിച്ചത്. MPയെ അഡ്മിറ്റ് ആക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് ഈ ചോദ്യത്തിലൂടെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. എന്തായാലും വടകര ഇപ്പോൾ ഈ അഭിലാഷ് ഡേവിഡിനെതിരെ ഗുരുതര ആരോപണം ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നു. അഭിലാഷ് ഡേവിഡ് പേരാമ്പ്രയിലേക്ക് പോയത് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് റൂറലിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിരുന്നു. സംഭവ ദിവസം ഇദ്ദേഹം പേരാമ്പ്രയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇനിയും ഉത്തരം കിട്ടേണ്ടതായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.